എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ദിവസേന എടുക്കാറുണ്ട്. മാത്രമല്ല ഫോട്ടോഗ്രാഫി എൻ്റെ ഒരു ഹോബിയുമാണ്. അങ്ങനെ ഒരുപാട് ഫയലുകൾ സേവ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മൊബൈലിലെയും കമ്പ്യൂട്ടറിലെയും ഒക്കെ സ്റ്റോറേജ് പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പലരും പറയുന്ന ഓപ്ഷൻ ഒന്നുകിൽ ക്ലൗഡ് സ്റ്റോറേജിൽ ഫയലുകൾ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഫയലുകൾ സേവ് ചെയ്യുക, എന്നിട്ട് കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈലിൽ നിന്നും ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് സ്റ്റോറേജ് ഫ്രീ ആക്കാമെന്നാണ്. എന്നാൽ എൻ്റെ ആവശ്യങ്ങൾക്ക് ഇതൊന്നും പ്രായോഗികമല്ല. കാരണം ടെറാബൈറ്റ് കണക്കിന് വീഡിയോ ഫയലുകൾ ഉള്ളതുകൊണ്ട് ക്ലൗഡ് സ്റ്റോറേജിന് ഒരുപാട് പൈസ മാസം തോറും കൊടുക്കേണ്ടി വരും. മാത്രമല്ല പഴയ ഫയലുകൾ പലപ്പോഴും പുതിയ വീഡിയോകൾ ഉണ്ടാക്കാൻ എനിക്ക് ആവശ്യം വരും. അപ്പോൾ ഫയൽ കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് വീഡിയോ ബാക്കപ്പിന് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. സ്പീഡ് കുറവാണെങ്കിലും ദീർഘകാലം ഒരുപാട് ഡാറ്റ സൂക്ഷിക്കാനുള്ള ചെലവ് കുറഞ്ഞ മാർഗം ഇന്നും ഹാർഡ് ഡിസ്ക് ആണ്. ഇത് വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ഫയൽ ബാക്കപ്പിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള 4 TB സ്റ്റോറേജ് ഉള്ള മൈബുക്ക് എന്ന എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. ഇതിന്റെ വിശദമായ റിവ്യൂ ആണ് ഈ വീഡിയോ. ഈ വലിയ ഹാർഡ് ഡിസ്കിനേക്കാൾ നല്ലത് ഇതുപോലത്തെ ചെറിയ എന്നാൽ മികച്ച സ്പീഡുള്ള SSD ഡിസ്ക് അല്ലേ? പലർക്കും ഉള്ള ഒരു സംശയമാണ്. കമ്പ്യൂട്ടർ സ്റ്റോറേജിന് നല്ല സ്പീഡുള്ള ചെറിയ തട്ടുമുട്ടും ഒക്കെ ഏറ്റവും കേടാകാത്ത SSD ആണ് നല്ലത്. എന്നാൽ ദീർഘകാല ബാക്കപ്പിന് ഞാനിത് ഉപയോഗിക്കാത്തതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, SSDക്ക് ഹാർഡ് ഡിസ്കിനേക്കാൾ ഇപ്പോൾ 4 ഇരട്ടിയോളം വില വരും. രണ്ടാമത്തെ പ്രശ്നം, ദീർഘകാലം ഉപയോഗിക്കാതെ വെച്ചാൽ SSDയിലെ ഡാറ്റ അടിച്ചു പോകും. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും SSD കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയും ഡാറ്റ ഒന്നുകൂടെ അതിൽ എഴുതുകയും വേണം. അതുകൊണ്ട് ചിലവ് കുറഞ്ഞ ദീർഘകാല ബാക്കപ്പിന് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ് നല്ലത്. ശ്രദ്ധിക്കുക, ഇത് വലിപ്പം കൂടിയ പ്രത്യേകം പവർ കണക്ഷൻ ആവശ്യമുള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. എന്നാൽ പ്രത്യേകം പവർ ആവശ്യമില്ലാത്ത ഇതുപോലത്തെ വലിപ്പം കുറഞ്ഞ പോർട്ടബിൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളും മാർക്കറ്റിലുണ്ട്. പക്ഷേ അതിന് സാധാരണ 1 TB മുതൽ 5 TB വരെയാണ് കപ്പാസിറ്റി. മാത്രമല്ല ഇതിന് വലിയ ഡിസ്കിന്റെ അത്ര സ്പീഡ് കിട്ടില്ല, കേടാകാൻ സാധ്യത കൂടുതലുമാണ്. ഞാൻ സ്റ്റോറേജിന് പലതരം ഡിസ്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്റെ പ്രധാനപ്പെട്ട ബാക്കപ്പ് സ്റ്റോറേജ് ഇതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെയോ ലാപ്ടോപ്പിന്റെയോ സൈഡിൽ വെച്ച് സ്റ്റോറേജ് കൂട്ടാനും ഫയലുകൾ ബാക്കപ്പ് എടുക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ് മൈബുക്ക്. ഇത് 4 TBയുടെ മോഡലാണ്. എന്നാൽ 26 TB വരെ കപ്പാസിറ്റിയുള്ള മോഡലുകൾ വാങ്ങാൻ കിട്ടും. ഇത് ഫാക്ടറിയിൽ നിന്ന് തന്നെ എക്സ്ഫാറ്റ് ആയിട്ട് ഫോർമാറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കിത് നേരിട്ട് ആപ്പിൾ മാക്കിലോ മൈക്രോസോഫ്റ്റ് വിൻഡോസിലോ ഒക്കെ ഉപയോഗിക്കാം. ഇതിനുള്ളിൽ ഡാറ്റ സുരക്ഷയ്ക്ക് ഹാർഡ്വെയർ എൻക്രിപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പാസ്വേഡ് കൊടുത്താൽ ഈ ഡിസ്ക് മോഷണം പോയാലും ഇതിലെ ഡാറ്റ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു പ്രീമിയം ബാക്കപ്പ് സോഫ്റ്റ്വെയറും അത് 5 വർഷം ഉപയോഗിക്കാനുള്ള ലൈസൻസും കിട്ടും. ഞാനിത് ഏകദേശം 12,000 രൂപയ്ക്കാണ് ഫെബ്രുവരി 2026 വാങ്ങിയത്. എന്നാൽ 2025 ഇത് 8,500 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. SSDക്കും മെമ്മറിക്കും ഒക്കെ വില കൂടിയപ്പോൾ ഇതിനും വില കൂടി. ഇന്ന് മെയ് 2026 ഈ 4 TB മോഡലിന് 15,000 രൂപയ്ക്ക് മുകളിലാണ് വില. 8 TB മോഡലിന് 30,000-നടുത്താണ് വില. 3 വർഷം വാറണ്ടി സഹിതം വരുന്ന ഈ 4 TB ഡിസ്കിന്റെ പെട്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗാഡ്ജറ്റുകൾ വാങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിന്റെ അൺബോക്സിംഗ് ആണ്. ഡിസ്ക് കുലുങ്ങി കേടാകാതിരിക്കാൻ 2 സൈഡിലും കവർ ഇട്ടാണ് ഇത് പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. ഡിസ്കിന് പുറമെ കമ്പ്യൂട്ടറിൽ ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള USB 3 മൈക്രോ കേബിൾ, ഡിസ്കിന് പവർ നൽകാനുള്ള 12 വോൾട്ടിന്റെ അഡാപ്റ്റർ, അതിൽ കണക്ട് ചെയ്യാനുള്ള 2 പ്ലഗുകൾ, പ്ലഗ് എങ്ങനെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുന്ന കാണിക്കുന്ന പേപ്പർ, വാറണ്ടിയുടെ വിശദവിവരങ്ങളുള്ള പേപ്പർ, ഇത്രയുമാണ് മൈബുക്കിന്റെ പെട്ടിയിലുള്ളത്. വാറണ്ടിയുടെ വിശദവിവരങ്ങൾ പല ഭാഷകളിൽ തന്നിട്ടുള്ള ഈ പേപ്പറിൽ ഡിസ്കിന്റെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളുമുണ്ട്. ഡിസ്ക് പ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ പരമാവധി ചൂട് 35 ഡിഗ്രിയും പരമാവധി ഹ്യൂമിഡിറ്റി 80% ആയിരിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. കേരളത്തിൽ AC ഇല്ലാത്ത മുറിയിലാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ വേനൽക്കാലത്ത് ചൂടും മഴക്കാലത്ത് ഹ്യൂമിഡിറ്റിയും ഒക്കെ ഇതിലും കൂടുതലായിരിക്കും. അതായത് നമ്മുടെ കാലാവസ്ഥ ഇതിന്റെ ആയുസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഡിസ്ക് പ്രവർത്തിക്കുന്നത് 12 വോൾട്ട് 1.5 ആംപിയറിലാണ്. വലിയ ഈ ഡിസ്ക് പ്രവർത്തിക്കാൻ USB പവർ പോരാ. പകരം ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ 12 വോൾട്ട് അഡാപ്റ്റർ വേണം. ഈ അഡാപ്റ്ററിന്റെ കൂടെ നമ്മുടെ വീട്ടിലെ സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ 2 തരം പ്ലഗുകളും തന്നിട്ടുണ്ട്. ഏതൊക്കെ പ്ലഗുകൾ ഏതൊക്കെ രാജ്യത്ത് ലഭിക്കുമെന്നും അതെങ്ങനെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാമെന്നും ഒക്കെ ഈ പേപ്പറിൽ കാണിച്ചിട്ടുണ്ട്. ഈ പ്ലഗ് അഡാപ്റ്ററിൽ ഫിറ്റ് ചെയ്യാൻ മുകളിലെ സൈഡ് അഡാപ്റ്ററിന്റെ ഉള്ളിൽ കയറ്റി താഴെ ഞെക്കിയാൽ മതി. ഇനി ഇത് ഊരണമെങ്കിൽ അഡാപ്റ്ററിലെ ഈ സ്വിച്ച് താഴോട്ട് ഞെക്കിയാൽ മതി. ഈ ഡിസ്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഡാറ്റ കോപ്പി ചെയ്യാനുള്ള USB 3 കേബിളാണിത്. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന സൈഡിൽ USB-A പോർട്ടും ഡിസ്കിൽ കണക്ട് ചെയ്യുന്ന സൈഡിൽ USB 3 മൈക്രോ ബി പോർട്ടുമാണ് ഇതിലുള്ളത്. ഈ മൈക്രോ ബി പോർട്ടിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ USB 2 മൈക്രോ പോർട്ടാണ്. രണ്ടാമത്തെ ഈ ഭാഗം കൂടെ ചേരുമ്പോൾ ഇത് സ്പീഡ് കൂടിയ USB 3 പോർട്ടാകും. എന്തുകൊണ്ടാണ് ഈ പഴഞ്ചൻ കേബിളിന് പകരം പുതിയ USB-C കേബിൾ ഇതുവരെ ഉപയോഗിക്കാത്തത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, USB-Cക്ക് സ്പീഡ് കൂടുതലാണെങ്കിലും ഡിസ്കിന് സ്പീഡ് കുറവായതുകൊണ്ട് അതിന്റെ പ്രയോജനം കിട്ടില്ല. 2, USB-C ഒരു സങ്കീർണമായ ടെക്നോളജി ആയതുകൊണ്ട് അത് ഉപയോഗിച്ചാൽ ഡിസ്കിന്റെ വില കൂടും. അതുകൊണ്ടാണ് ഹാർഡ് ഡിസ്ക് കമ്പനികൾ ഇന്നും USB 3 മൈക്രോ കേബിൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡിസ്കിനെ ഒന്ന് പരിചയപ്പെടാം. ഡിസ്കിന്റെ മുകൾ ഭാഗത്ത് സ്മൂത്തായ ഗ്ലോസി ഫിനിഷും താഴ്ഭാഗത്ത് പാറ്റേൺ ഉള്ള മാറ്റ് ഫിനിഷുമാണുള്ളത്. ഇത് കുത്തനെയാണ് മേശയിൽ വെക്കേണ്ടത്. ബുക്ക് ഷെൽഫിൽ വെച്ചാൽ ബുക്ക് പോലെ ഇരിക്കുന്നത് കൊണ്ടാവണം ഇതിന് മൈബുക്ക് എന്ന് പേരിട്ടത്. ഏകദേശം 1 കിലോ ഭാരമുള്ള ഈ ഡിസ്കിന് 17 സെന്റിമീറ്റർ ഉയരവും 14 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ കനവുമുണ്ട്. ഇതിന്റെ മുകളിലും താഴെയും ചൂട് പോകാനുള്ള ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ സൈഡിൽ ഡിസ്ക് ഉറച്ചിരിക്കാൻ സഹായിക്കുന്ന റബ്ബർ ബുഷുകളുമുണ്ട്. പുറകിൽ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാനുള്ള USB 3 മൈക്രോ പോർട്ടും പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കെൻസിംഗ്ടൺ സെക്യൂരിറ്റി സ്ലോട്ടുമുണ്ട്. ഈ സ്ലോട്ട് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മോഷണം ചെറുക്കാൻ ഇവനെ ഡെസ്കിൽ കെട്ടിയിടാം.
ഇനി ഈ ഡിസ്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ആദ്യം പവർ അഡാപ്റ്ററിൽ നിങ്ങളുടെ പവർ സോക്കറ്റിന് പറ്റിയ പ്ലഗ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പ്ലഗ് സോക്കറ്റിൽ കണക്ട് ചെയ്യുക. പവർ അഡാപ്റ്റർ കേബിളിന്റെ മറുവശം ഡിസ്കിൽ കണക്ട് ചെയ്യുക. ഇനി തന്നിരിക്കുന്ന USB കേബിൾ എടുത്ത് അതിന്റെ മൈക്രോ ബി സൈഡ് ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്യുക. പവർ ഓൺ ചെയ്തതിന് ശേഷം USB കേബിളിന്റെ മറുവശം കമ്പ്യൂട്ടറിന്റെ USB-A പോർട്ടിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഡിസ്ക് വിൻഡോസ് എക്സ്പ്ലോററിൽ നമുക്ക് കാണാനും ഉപയോഗിക്കാനും പറ്റും. 4 TB ഡിസ്ക് ആണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിൽ 3.6 TB സ്റ്റോറേജ് കിട്ടൂ. കാരണം ഹാർഡ് ഡിസ്ക് കമ്പനികൾ പറയുന്ന 4 TB എന്നത് 4 ലക്ഷം കോടി ബൈറ്റുകളാണ്. എന്നാൽ അത്രയും ബൈറ്റുകളെ കമ്പ്യൂട്ടറിൽ പറയുന്ന ടെറാബൈറ്റ് ആക്കുമ്പോൾ അത് ശരിക്കും 3.6 TB മാത്രമേ ഉള്ളൂ. കാരണം കമ്പ്യൂട്ടറിൽ ഒരു KB എന്നത് 1024 ബൈറ്റുകളാണ്, 1000 ബൈറ്റുകളല്ല. ഈ ഡിസ്കിൽ വെസ്റ്റേൺ ഡിജിറ്റൽ 2 സോഫ്റ്റ്വെയറുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ആപ്പിൾ മാക്കിന് വേണ്ടിയുള്ളതും മറ്റേത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് കമ്പ്യൂട്ടറിന് വേണ്ടിയുള്ളതുമാണ്. ഇത് വിൻഡോസ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ വിൻഡോസ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ പേര് WD Discovery എന്നാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഡിസ്കിന്റെ വിശദവിവരങ്ങൾ കാണാനും വെസ്റ്റേൺ ഡിജിറ്റലിന്റെ സ്റ്റോറേജ് സോഫ്റ്റ്വെയറുകളായ അക്രോണിസ് ബാക്കപ്പ്, WD ഡിസ്ക് യൂട്ടിലിറ്റീസ് എന്നിവ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. എന്നാൽ ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രധാന ഫീച്ചർ ഇതിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് നമ്മുടെ ഡിസ്കിലെ ഡാറ്റ സുരക്ഷിതമാക്കാം എന്നതാണ്. ശ്രദ്ധിക്കുക, മൈബുക്ക് ഡിസ്കിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അതിൽ ബാക്കപ്പ് ചെയ്യുന്ന ഡാറ്റയെല്ലാം അത് എൻക്രിപ്റ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തില്ലെങ്കിലും ഡാറ്റ എൻക്രിപ്റ്റഡ് ആണ്. പക്ഷേ അത് ആർക്ക് വേണമെങ്കിലും ഡിസ്ക് കിട്ടിയാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. എന്നാൽ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്താൽ ആ പാസ്വേഡ് പിന്നീട് ടൈപ്പ് ചെയ്താൽ മാത്രമേ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റൂ. അതായത് ഇതിലെ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന താക്കോൽ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഡാറ്റ സുരക്ഷിതമാക്കാൻ പാസ്വേഡ് ഉപയോഗിക്കാം, എന്നാൽ ഒരു കാരണവശാലും പാസ്വേഡ് മറക്കരുത്. കാരണം മറന്നാൽ നമ്മുടെ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റില്ല. WD Discovery ആപ്പ് ഉപയോഗിച്ച് നമുക്ക് WD ഡ്രൈവ് യൂട്ടിലിറ്റീസ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഡിസ്കിലെ ഡാറ്റ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഡിസ്ക് എറേസ് എന്ന ഫീച്ചറും ഇതിലുണ്ട്. വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ഒരു പ്രീമിയം ബാക്കപ്പ് സോഫ്റ്റ്വെയർ ആണ് അക്രോണിസ് ട്രൂ ഇമേജ്. ഇതിന്റെ 5 വർഷത്തെ ലൈസൻസ് മൈബുക്ക് ഡിസ്ക് വാങ്ങുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് വെസ്റ്റേൺ ഡിജിറ്റലിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിലെ ഡാറ്റ ബാക്കപ്പ് ചെയ്യാം, വേണമെങ്കിൽ ബാക്കപ്പിനെ എൻക്രിപ്റ്റും ചെയ്യാം. പിന്നെ ഇതിൽ പ്രൊട്ടക്ഷൻ മോഡ്യൂളുണ്ട്. റാൻസംവെയർ പോലുള്ള വൈറസ് അറ്റാക്ക് ഇത് തടുക്കുമെന്നാണ് വെസ്റ്റേൺ ഡിജിറ്റൽ പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസ്കുകൾ നമുക്ക് ക്ലോൺ ചെയ്യാം. അതായത് ഒരു ഡിസ്കിന്റെ അതേ കോപ്പി വേറൊരു ഡിസ്കിൽ ഉണ്ടാക്കാം. റെസ്ക്യൂ മീഡിയ ബിൽഡർ ഉപയോഗിച്ച് നമുക്ക് ബൂട്ട് ഡിസ്ക് ഉണ്ടാക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ ബൂട്ട് ഡിസ്ക് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കയറി നമ്മുടെ ഡാറ്റ ബാക്കപ്പ് എടുക്കാം. നമ്മുടെ ഡിസ്കിലെ ഡാറ്റ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം മായ്ക്കുന്ന ഡ്രൈവ് ക്ലീൻസർ എന്ന ഫീച്ചറും ഇതിലുണ്ട്. നിങ്ങൾ ഒരു കാശുകാരനാണെങ്കിൽ പൈസ കൊടുത്ത് ഇത് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് പ്രീമിയം വേർഷനും ആക്കാം. ഇനി നമുക്ക് ഈ ഡിസ്കിന്റെ പെർഫോമൻസ് നോക്കാം. അത് ചെക്ക് ചെയ്യാൻ 1 GB തൊട്ട് 100 GB വരെ സൈസുള്ള ഫയലുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 GB ഫയൽ ഡിസ്കിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡ് 200 MB/s ആണ്. കോപ്പി ചെയ്യാൻ എടുത്ത സമയം 5 സെക്കൻഡിൽ താഴെയാണ്. 5 GB ഫയൽ കോപ്പി ചെയ്യാൻ ഏകദേശം 26 സെക്കൻഡ് എടുത്തു. 20 GB കോപ്പി ചെയ്തപ്പോഴും സ്പീഡ് സ്റ്റഡിയാണ്, ഏകദേശം 1 മിനിറ്റ് 45 സെക്കൻഡ് എടുത്തു. വലിയ 100 GB ഫയൽ ഏകദേശം 190 MB/s വേഗതയിൽ 8 മിനിറ്റ് 46 സെക്കൻഡിൽ കോപ്പി ചെയ്യാൻ പറ്റി. സ്റ്റോറേജ് ഡിസ്കുകളുടെ വേഗത അറിയാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ക്രിസ്റ്റൽ ഡിസ്ക് മാർക്ക്. അത് ഈ ഡിസ്കിൽ ഓടിച്ചപ്പോൾ കാണിച്ച സ്പീഡുകളാണ് ഈ കാണുന്നത്. ആദ്യത്തെ 2 നിരകൾ കാണിക്കുന്നത് തുടർച്ചയായി ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉള്ള സ്പീഡാണ്. അതായത് 1 സെക്കൻഡിൽ 200 ഡാറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ഇതിൽ പറ്റും. ഈ സ്പീഡാണ് ഡാറ്റ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവസാനത്തെ 2 നിരകൾ കാണിക്കുന്നത് ഡാറ്റ റാൻഡമായിട്ട് റീഡ് റൈറ്റും ചെയ്യുമ്പോഴുള്ള സ്പീഡാണ്. അങ്ങനെ റാൻഡമായിട്ട് ഡാറ്റ റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും ഉള്ളിലുള്ള മോട്ടോർ നിരന്തരം നീങ്ങുന്നത് കൊണ്ടാണ് ഈ വേഗത വളരെ കുറവായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ വേഗത ഒരു പ്രശ്നമായിരിക്കും. ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ ശരിക്കും ഇതുപോലത്തെ ഹാർഡ് ഡിസ്ക് തന്നെയാണ് ഉള്ളത്. അതായത് കറങ്ങുന്ന പ്ലേറ്റുകൾ ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ട് ഈ ഡിസ്ക് തട്ടും മുട്ടും ഒന്നും ഉണ്ടാകാതെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തട്ടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, ചൂടുള്ള കാലാവസ്ഥയിൽ ഉപയോഗിക്കുമ്പോൾ 100 GB കൂടുതൽ ഡാറ്റ ഒറ്റയടിക്ക് കോപ്പി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറെ സമയം പ്രവർത്തിക്കുമ്പോൾ ഇത് ചൂടാകാനും അങ്ങനെ ഇതിന്റെ ആയുസ് കുറയാനും സാധ്യതയുണ്ട്. അതുപോലെ ഇതിന് പവർ കൊടുത്തതിന് ശേഷം മാത്രം ഈ ഡിസ്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. ഡിസ്കിന്റെ ഉപയോഗം കഴിയുമ്പോൾ ഇത് വിൻഡോസ് എക്സ്പ്ലോററിൽ നിന്ന് എജക്ട് ചെയ്തതിന് ശേഷം മാത്രം ഊരി മാറ്റുക. അല്ലെങ്കിൽ കോപ്പി ചെയ്ത ഡാറ്റ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, ബാക്കപ്പിന് ഈ ഡിസ്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ. സുരക്ഷിതമായ ബാക്കപ്പിന് 3-2-1 എന്ന തന്ത്രം ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ ഡാറ്റയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം. ബാക്കപ്പോൾ 2 തരം ഡിസ്കുകളിൽ സ്റ്റോർ ചെയ്യണം. ഒരു കോപ്പി വേറൊരു സ്ഥലത്ത് സൂക്ഷിക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിലപ്പെട്ട ഡാറ്റ നഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ചില വിരുദ്ധന്മാർ ഇതിനുള്ളിലെ ഹാർഡ് ഡിസ്ക് ഊരിയെടുത്ത് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് അഥവാ NAS ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെ ഷക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. സീഗേറ്റ് കമ്പനിയും ഇതുപോലത്തെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. എക്സ്പാൻഷൻ ഡെസ്ക്ടോപ്പ് ഡ്രൈവ് എന്ന പേരിൽ 4 TB തൊട്ട്
28 TB വരെ കപ്പാസിറ്റിയുള്ള സീഗേറ്റ് ഡിസ്കുകൾ മാർക്കറ്റിലുണ്ട്. ബാക്കപ്പ് ചെയ്യാൻ ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ഈ 8 TB മോഡൽ വാങ്ങാം. ഇതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലുണ്ടെന്ന് മാത്രമല്ല, പലപ്പോഴും ഇതിൽ ഉപയോഗിക്കുന്നത് 4 TBയിലെ SMR ടെക്നോളജിയേക്കാൾ മികച്ച CMR ടെക്നോളജിയാണ്. CMR ടെക്നോളജി ഉപയോഗിക്കുന്ന 8 TB മോഡലിന് കൂടുതൽ ആയുസ്സും മികച്ച പെർഫോമൻസും ഉണ്ട്. നിങ്ങൾക്ക് ഈ മൈബുക്കിനെ കുറിച്ചോ ബാക്കപ്പിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ഷെയർ ചെയ്ത് എന്നെ സഹായിക്കുക. നന്ദി.